നമസ്കാരം. റഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISL ആരംഭിക്കാതിരിക്കെ പല ടീമുകളും വലിയ രൂപത്തിൽ സൈനിങ്ങുകളും മറ്റുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണല്ലോ. ഇപ്പോൾ ചെന്നൈയിലേക്ക് എഡ്വേർഡോ കാവ് എത്തുന്നു എന്ന് മാർക്കസ് മർഹുലാവ് കൺഫേം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനീഗോ മാർട്ടിൻ ചെന്നൈയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതൊക്കെ ഇന്നത്തെ വാർത്തകളാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നടന്നിട്ടുള്ള ISLലെ മുഴുവൻ ട്രാൻസ്ഫറുകളും നമ്മളൊന്ന് എടുത്ത് നോക്കിയാണ് ഓരോ ക്ലബ്ബുകളുടേതും. ഒരുപക്ഷെ ഏറ്റവും ആക്റ്റീവായിട്ട് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഉണ്ടായിരുന്ന ഒരു ടീം കേരള ബ്ലാസ്റ്റേഴ്സാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മുഹമ്മദ് അസർ, മുഹമ്മദ് ഐമന്, ഡ്യൂസൻ ലഗാത്തോർ, കോൾദോ ബിയേറ്റ, അതുപോലെ യുവാൻ റോഡ്രിഗസ്, തിയാഗോ ആൽവസ് തുടങ്ങിയവരൊക്കെ പോയി. അതുപോലെ തന്നെ പിന്നെ നോഹ് സദോയി, അഡ്രിയാൻ ലൂണ എന്നിവർ ലോണിലും പോയി. അങ്ങനെ വലിയ രൂപത്തിൽ താരങ്ങൾ പുറത്തേക്ക് പോയി. ഇനിയും ഒരു പക്ഷേ ഇന്ത്യൻ താരങ്ങളെ ഓഫ്ലോഡ് ചെയ്തേക്കുമെന്ന തരത്തിൽ ഇന്നലെ ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഇനിയും ഒരു വിദേശ താരത്തെ കൂടിയൊക്കെ സൈൻ ചെയ്തേക്കുമെന്നും പറയുന്നു. അപ്പോൾ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ള താരങ്ങൾ നമ്മൾ നോക്കിയാണ്. വിക്ടർ ബെർത്തോബിയോ സ്പാനിഷ് സ്ട്രൈക്കറെ ഇന്നലെ ടീമിലേക്ക് എത്തിച്ചു. മാറ്റിയസ് ഹെർണാണ്ടസിനെ നേരത്തെ എത്തിച്ചിരുന്നു. കെവിൻ യോക്ക്, അതുപോലെ മർലോൺ റൂസ് ട്രൂയിലോ, പിന്നെ മുഹമ്മദ് അജിസലിനൊക്കെ പ്രൊമോട്ട് ചെയ്തതാണ് നമ്മുടെ അക്കാഡമി ടീമിൽ നിന്ന്. എബിൻ ദാസ്, അതുപോലെ തന്നെ ജഗന്നാഥ് ജയൻ എന്നിവരെയൊക്കെ അങ്ങനെ പ്രൊമോട്ട് ചെയ്തതാണ്. കൂടാതെ റൗളിൻ ബോർജസിനെ സൈനിങ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു നീക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മോസ്റ്റ് ആക്റ്റീവ് ടീം ഡ്യൂറിങ് ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയാവുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. പിന്നെ ചെന്നൈയിൻ FC കാര്യത്തിലേക്ക് വരുമ്പോൾ ചെന്നൈയിൻ FC ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പുതിയ താരങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇമ്രാൻ ഖാൻ, ആൽബർട്ടോ നൊക്കഴേഡ, പിന്നെ ഇനീഗോ മാർട്ടിന്, മുഹമ്മദ് അലി ബെമ്മാമർ, അതുപോലെ തന്നെ എഡ്വേർഡോ കാവ് എന്നിവരെയൊക്കെ ഇപ്പോൾ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചെന്നൈയിൻ FC ഭാഗത്തു നിന്ന് മറീന മച്ചാൻസ് ടീമിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് പുതുതായിട്ട് താരങ്ങളൊന്നും എത്തിയിട്ടില്ല. വിദേശ താരങ്ങളെ ഇനി അവരെത്തിക്കാനുള്ള സാധ്യതയും കുറവാണെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും പുറത്തേക്ക് പോയത് അലാദിൻ അജൈറെ ലോണിലാണ് പോയത്. പിന്നെ ചീവ ന്യൂനസ് പുറത്തേക്ക് പോവുകയും ചെയ്തു. ബാംഗ്ലൂർ FC കാര്യത്തിൽ പുതുതായിട്ട് ടീമിലേക്ക് ആരും വന്നതായിട്ട് ഇതുവരെ റിപ്പോർട്ടുകളില്ല. പുറത്തേക്ക് പോയിട്ടുള്ളത് സലാഹുദ്ദീൻ ബാഹി, അദ്ദേഹം സ്ക്വാഡ് വിട്ടു പോവുകയായി. അതായത് മൊറോക്കൻ സെൻറ്റർ ബാക്ക് ബാംഗ്ലൂർ FCയിൽ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് സൂപ്പർ കപ്പിന് അദ്ദേഹം സ്ക്വാഡിലേക്ക് ജോയിൻ ചെയ്തതായിരുന്നല്ലോ കഴിഞ്ഞ ഒക്ടോബറിൽ. ഒഡീഷ FC കാര്യത്തിലും പുതുതായിട്ടാരും വന്നിട്ടില്ല. പുറത്തേക്ക് പോയിരിക്കുന്നത് ഹ്യൂഗോ ബോമാസാണ്. അദ്ദേഹം ലോണിലാണ് പുറത്തേക്ക് പോകുന്നത്. എന്തായാലും ആ തരത്തിലുള്ള ഒരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യത്തിൽ പുതുതായിട്ട് ടീമിലേക്ക് യൂസഫ് എസജറിയെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പുറത്തേക്ക് പോയിരിക്കുന്നത് അമീദ് അഹ്ദാദും അതുപോലെ തന്നെ ഹിറോഷി ഇബുസുക്കിയുമാണ്. ഇനി FC ഗോവയുടെ കാര്യത്തിൽ ടീമിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ളത് ഡാനിയൽ ലാലിംബുയാണ്. പുറത്തേക്ക് പോയത് ഹാവിയർ സെവീഡോ, ഡേവിഡ് ടിബോർഡ്, ബോറ ഹെരേര, ഐക്കർ ഗോഡെക്സന, ഇങ്ങനെ വമ്പന്മാർ ടീം വിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. മുംബൈ സിറ്റി FC കാര്യത്തിൽ പുറത്തേക്ക് പോയിരിക്കുന്നത് ജോൺ ടോഡലും തിരിയുമാണ്. പ്രധാനപ്പെട്ട താരങ്ങൾ തന്നെ വിട്ടുപോയിട്ടുണ്ടെന്ന് അർത്ഥം. ഇന്റർ കാശിയുടെ കാര്യത്തിൽ പുതുതായിട്ട് സ്ക്വാഡിലേക്ക് വന്നിട്ടുള്ളത് സെമിലൻ തുങ്കൽ, നിഷുകുമാർ, ജയേഷ് റാണെ, ലൂയിസ് ടാഡസ്, സെർജിയോ ലമാസ്, ആൽഫ്രഡ് പ്ലാനസ്, ഡേവിഡ് ഹ്യൂമാനസ്, പിന്നെ നൗഡിസ് പെറ്റ്കോവിക്സ്. ഇതാണ് പുതുതായിട്ട് ടീമിലേക്ക് വന്നിട്ടുള്ളത്. പുറത്തേക്ക് പോയിരിക്കുന്നത് മാറ്റിയ ബാബോവിച്ചും അതുപോലെ തന്നെ അരിന്ദം ഭട്ടാചാര്യയും ടീമിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയുടെ കാര്യത്തിലേക്ക് വന്നാൽ മുഹമ്മദ് ഐമനെയും മുഹമ്മദ് അസറിനെയും അവർ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെ ISL നടന്നിട്ടുള്ള ട്രാൻസ്ഫറുകൾ. ഇനിയിപ്പോൾ ഈ അവസാന ദിവസങ്ങളിൽ എന്തൊക്കെ നടക്കും, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.